കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേനോനെ യൗവനത്തിൽ തന്നെ പടുമരണം സംഭവിച്ച ശ്രീപാർവതി രക്തരക്ഷസായ സ്ഥിതിക്ക് താനും തൻ്റെ ഈ കയ്യാളും പിന്നെ ആരൊക്കെ അവളെ കൊല്ലാൻ കൂട്ടുന്നോ അവരൊക്കെ സൂക്ഷിച്ചോളൂ. നിങ്ങളുടെ സർവനാശം അതൊന്നു മാത്രമാണ് അവളുടെ ലക്ഷ്യം. തന്ത്രിയുടെ വാക്കുകൾ ഇടിനാഥം പോലെ മേനോന്റെ മനസ്സിൽ പെരുമ്പറം മുഴക്കി. ഇനിയിപ്പോ അവളെ ബന്ധിക്കുക എന്നത് എന്നാലാവുന്ന ഒന്നല്ല. തിരുമേനി, അങ്ങനെ പറയരുത്. മേനോന്റെ ശബ്ദത്തിൽ ഭയത്തിന്റെ പതർച്ച ഉയർന്നു നിന്നു. അങ്ങേക്കൊണ്ടല്ലാതെ മറ്റാരാണ് അവളെ ബന്ധിക്കുവാൻ? ഞങ്ങളെ കൈവിടരുത്. കൃഷ്ണമേനോന്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായാണ് മേനോന്റെ കണ്ണുകൾ നിറഞ്ഞു കാണുന്നതെന്ന് കുമാരൻ ഓർത്തു. അയാൾ കത്തുന്ന ഒരു നോട്ടം അഭിക്ക് നേരെ അയച്ചു. നിനക്കേതു നേരത്താണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയതെന്ന് അയാൾ മനസ്സിൽ അഭിയെ നോക്കി ചോദിച്ചു. കുമാരന്റെ നോട്ടം കണ്ട അഭിമന്യു തല താഴ്ത്തി. ആ ചെമ്പകച്ചോട്ടിലേക്ക് പോകാൻ തോന്നിയ നിമിഷത്തെ അയാൾ സ്വയം പഠിച്ചു. മേനോൻ തന്ത്രികളുടെ കാൽക്കൽ സാഷ്ടാംഗം വീണ് തൊഴുതു. തന്ത്രികൾ മേനോനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്റെ പിന്നിലെ ദേവീ വിഗ്രഹത്തിലേക്ക് നോക്കി. അമ്മേ മഹാമായേ, എന്റെ ഉണ്ണിയെ വിളിക്കേണ്ട സമയമായി അല്ലേ? തന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം ഉത്തരത്തിലിരുന്ന ഗോളി 3 വട്ടം ചലിച്ചു. മേനോൻ പ്രത്യാശയോടെ ശങ്കരനാരായണ തന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി. താൻ ഭയക്കണ്ട, എന്നേക്കാൾ കേമനായ എൻ്റെ ഉണ്ണി വരും. അവളെ അവൻ ബന്ധിക്കും. എന്നേക്കാളേറെ പഠിച്ചവനാണ് എൻ്റെ ഉണ്ണി. ത്രികാല ജ്ഞാനി, സകല വേദത്തിലും മന്ത്രതന്ത്രത്തിലും അഗ്രഗണ്യൻ. ഇപ്പോ ഒരു യാത്രയിലാണ്. ഹിമാലയത്തിൽ എവിടെയോ ഉണ്ട്. രക്ഷസായി മാറിയ ശ്രീപാർവതിക്ക് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. തന്ത്രികളത് പറഞ്ഞു തീർക്കും മുന്നേ പുറത്ത് ചിറകടിച്ചുകൊണ്ട് പറന്ന ബലിക്കൊക്കെ പിടഞ്ഞു വീണു. അദ്ദേഹം വെട്ടിത്തിരിഞ്ഞു. ഉരുളിയിലെ ജലത്തിലേക്ക് നോക്കി. അത് ചുവന്ന രക്തവർണമായിരുന്നു. അപകടം. തന്ത്രിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. മേനോനെ, നിങ്ങൾ കഴിയുന്നതും വേഗം മടങ്ങിക്കോളൂ. തന്റെ തറവാട്ടിൽ മരണം പതിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഒന്നിനു പിന്നാലെ മറ്റൊന്നെന്ന് പോലെയുള്ള തന്ത്രിയുടെ പ്രവചനങ്ങൾ മേനോനെയും കൂട്ടരെയും തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കിയിരുന്നത്. മൂവരും അതിവേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി. തന്ത്രി പറഞ്ഞ വാക്കുകൾ മേനോന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടെന്ന് അഭിക്ക് മനസ്സിലായി. ഞാൻ കാരണം വെല്ലിച്ചന്റെ ജീവൻ അപകടത്തിലായി അല്ലേ? അയാൾ മേനോനെ നോക്കി. പക്ഷേ എത്രയും വേഗം തറവാട്ടിലെത്തണം എന്ന് മാത്രമാണ് അയാൾ മറുപടി പറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചു. മാനം കറുത്തു. കൊള്ളിയാന്റെ അകമ്പടിയോടെ മഴ ആർത്തിരമ്പി. മംഗലത്തെ തറവാടിന്റെ പൂമുഖത്ത് ദേവി മാഹാത്മ്യം വായിച്ചുകൊണ്ടിരുന്ന ദേവകിയമ്മ ഇടിയും മഴയും കണ്ട മാത്രയിൽ ലക്ഷ്മിയെ വിളിച്ചു. കുട്ടി, മഴ കനത്തെന്ന് തോന്നുന്നു. അവർ ഇനി എത്തിയിട്ടില്ലല്ലോ. മഴ കണ്ടോണ്ട് കാളകെട്ടിയിൽ തങ്ങിയിട്ടുണ്ടാവും തമ്പുരാട്ടി. ലക്ഷ്മി മറുപടി പറഞ്ഞു. ഹാ അമ്മേ, ദേവി നീയെ തുണ. ദേവകിയമ്മ ദേവി മാഹാത്മ്യം തൊട്ടു തൊഴുതു. മഴ വീഴും മുന്നേ പടിപ്പുര അടച്ച കൂട്ടിയെ ദേവകിയമ്മ ലക്ഷ്മിയെ നോക്കി. അവൾ പടിപ്പുര ലക്ഷ്യമാക്കി നടന്നു. നിമിഷ നേരം കൊണ്ട് മഴ തിമിർത്ത് പെയ്തു തുടങ്ങി. ദേവകിയമ്മക്ക് മുന്നിലുള്ളതൊന്നും കാണാൻ സാധിച്ചില്ല. കുട്ടി, ഇങ്ങോട്ട് പോന്നോളൂ, മഴ വീഴണ കണ്ടില്ലേ? അവർ ലക്ഷ്മിയെ തിരിച്ചു വിളിച്ചു. എന്നാൽ അവരുടെ ശബ്ദം മഴയുടെ രുദ്രതാളത്തിൽ അലിഞ്ഞുപോയി. കുട്ടി നനയിലോ എൻ്റെ ദേവിയെ. അവർ ചുവരിൽ തൂക്കിയ കുടയുമായി പടിപ്പുരയിലേക്ക് നടന്നു. മഴത്തുള്ളികൾ അനുസരണയില്ലാത്ത കുട്ടിയെപ്പോലെ അവരുടെ മേലെ പടർന്നു കയറി. മുഖത്തേക്ക് തെറിച്ചു വീണ മഴവെള്ളം തുടച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് നോക്കി. പടിപ്പുര അടിച്ചിരിക്കുന്നു. എന്നാൽ ലക്ഷ്മിയെ കാണാനില്ല. ഈ കുട്ടി ഇതെങ്ങോട്ടാ പോയേ? മഴയത്താ കുട്ടിക്കളി. ലക്ഷ്മി, ലക്ഷ്മി, അവർ ഉറക്കെ വിളിച്ചു. എന്നാൽ പ്രതികരണമുണ്ടായില്ല. അബിയുടെ വാക്കുകൾ പെട്ടെന്ന് ദേവകിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. കൂടെ ലക്ഷ്മിക്കുണ്ടായ അനുഭവവും. തനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഒരു ഞെട്ടലോടെ അവർ തിരിഞ്ഞു നോക്കി. ലക്ഷ്മി പുറകിൽ നിൽക്കുന്നു. ഹോ, ഭയപ്പെടുത്തി കളഞ്ഞല്ലോ എൻ്റെ കുട്ടിയെ. എവിടെ പോയതായിരുന്നു? ഈ മഴയിൽ നനഞ്ഞു കുളിച്ച് നിൽക്കണ കണ്ടില്ലേ? ഇനിയിപ്പോ അസുഖം വരുത്തി വെക്കാനാണോ ഭാവം? അവർ അവളെ ശകാരിച്ചുകൊണ്ട് അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് അതിശക്തമായൊരു കൊള്ളിയാൻ ദേവകിയമ്മയുടെ കാഴ്ച മറച്ചു. കണ്ണു ചെമ്മി മുന്നോട്ട് നോക്കി അവർ ഞെട്ടി. ലക്ഷ്മി നിന്നിടം ശൂന്യം. നിമിഷ നേരം കൊണ്ട് അവർ ഭയത്തിന്റെ കരങ്ങളിൽ അകപ്പെട്ടു. തലയ്ക്കുന്ന മഴയിലും ദേവകിയമ്മ വിയർത്തൊഴുകി. പൊടുന്നനെ കിഴക്കൻ കാറ്റ് ആഞ്ഞു വീശി. മുറ്റത്ത് നിന്ന് മൂവാണ്ടമാവിന്റെ കനത്ത ശിഖരങ്ങളിലൊന്ന്
ദേവകിയമ്മയുടെ മുന്നിലേക്ക് ഒടിഞ്ഞു വീണു. അവർ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് ഒരടി വെച്ചു. എന്നാൽ ആരോ പിടിച്ചു നിർത്തിയ പോലെ അവരവിടെ നിന്നുപോയി. തനിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ ദേവകിയമ്മക്ക് തോന്നി. എന്നാൽ തിരിഞ്ഞു നോക്കാനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. വല്യമ്പ്രാട്ടി പേടിച്ചുവോ? പിന്നിൽ നിന്നും ഉയർന്ന ശബ്ദം കേട്ട് ദേവകിയമ്മ ഞെട്ടിത്തിരിഞ്ഞു. ചുറ്റും പ്രകാശം പരത്തിക്കൊണ്ട് ചിതറി വീണ കൊള്ളിയം വട്ടത്തിൽ പിന്നിൽ നിന്ന് ആളെ കണ്ട് ദേവകിയമ്മയുടെ തൊണ്ട പറ്റി ഉറക്കെ കരയാൻ അവർ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ശ്രീപാർവതി അവ്യക്തമായ ശബ്ദത്തിൽ അവർ പറഞ്ഞു, അപ്പോ വല്യമ്പ്രാട്ടി എന്നെ മറന്നിട്ടില്ല അല്ലേ? ശ്രീപാർവതി ഒന്ന് ഉറക്കെ ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തിളക്കം ദേവകിയമ്മ കണ്ടു. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നോട് പൊറുക്കണം. എന്റെ മോളെ ഈ വയസ്സിയെ വെറുതെ വിടണം. അവർ കൈതൊഴുതപേക്ഷിച്ചു. ഒന്നും ചെയ്യല്ലേന്ന്, വെറുതെ വിടണം അല്ലേ? ഞാനും കരഞ്ഞില്ല വല്യമ്പ്രാട്ടി, തൊഴുത് കരഞ്ഞില്ലേ? എന്നെ കൊല്ലല്ലെന്ന് കാല് പിടിച്ച് കരഞ്ഞില്ലേ? എന്നിട്ട് കേട്ടു ഇല്ല. ശ്രീപാർവതിയുടെ കണ്ണുകളിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങി. ശക്തമായ കാറ്റിൽ അവളുടെ നീണ്ട മുടി പാനങ്കൂല പോലെ പാറി. അമ്മേ ദേവി, മഹാമായി രക്ഷിക്കണേ. ദേവകിയമ്മ അവസാന ആശ്രയമായി പ്രാർത്ഥനയിൽ മുഴുകി. അത് കേട്ട പാർവതി ഉറക്കെ ചിരിച്ചു. അവളുടെ ചിരിക്ക് അകമ്പടി എന്ന പോലെ നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിട്ട് തുടങ്ങി. വല്യമ്പ്രാട്ടി എന്നോടും എൻ്റെ അച്ഛനോടും ചെയ്ത ദ്രോഹത്തിന്റെ ഫലം അത് അനുഭവിക്കുക തന്നെ വേണം. വർഷങ്ങളോളം ബന്ധനത്തിൽ കഴിഞ്ഞ് ഞാൻ ഇനി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കിയവരുടെ സർവനാശം കണ്ടേ അടങ്ങൂ. പ്രതികാര ദാഹത്തോടെ ശ്രീപാർവതി ദേവകിയമ്മയുടെ കഴുത്തിൽ പിടിമുറുക്കി. തന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് അവരറിഞ്ഞു. കൊല്ലരുതെന്ന് അവസാനമായി ഒരിക്കൽ കൂടി അവർ അപേക്ഷിച്ചുവെങ്കിലും ആ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി നിന്നു. ശ്രീപാർവതിയുടെ കയ്യിലെ കൂർത്ത നഖങ്ങൾ അവരുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. കർണ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടി. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശ്രീപാർവതിയുടെ കൈകളിൽ കിടന്ന് അവർ പിടഞ്ഞു. പിന്നെ പതിയെ പതിയെ ആ പിടച്ചിൽ നിന്നു. കഴുത്തിലെ മുറിവിലൂടെ ചോര വാർന്ന് തുറിച്ച കണ്ണുകളും പുറത്തേക്ക് തള്ളിയ നാവുമായി ദേവകിയമ്മയുടെ ശരീരം ശ്രീപാർവതിയുടെ കൈകളിൽ കിടന്നു. നിശ്ചലമായ ശരീരത്തെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ മുരണ്ടുകൊണ്ട് ആ ശരീരം തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു പഴന്തുണിക്കെട്ട് പോലെ ദേവകിയമ്മയുടെ മൃതദേഹം തൊടിയിലെ കരിയിലുകൾക്കിടയിലൂടെ നിരങ്ങി നീങ്ങി. തലച്ചു പെയ്യുന്ന മഴയിലൂടെ ലക്ഷ്മിയുടെ ശരീരത്തിൽ പ്രവേശിച്ച ശ്രീപാർവതി ചെളിവെള്ളം ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് മംഗലത്ത് തറവാട്ടിലേക്ക് നടന്നു. അതേസമയം കാളകെട്ടി ഇല്ലത്തെ മാന്ത്രികപ്പുരയിൽ ധ്യാനത്തിലായിരുന്ന ശങ്കരനാരായണ തന്ത്രികൾ എന്തോ ശബ്ദം കേട്ടിട്ടെന്നവണ്ണം കണ്ണുകൾ തുറന്നു. അല്പം അകലെ നെയ്യൊഴിച്ചു കൊളുത്തി വെച്ചിരുന്ന 4 വിളക്കുകളിൽ ഒന്നിലെ തിരി കെട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ശ്രീപാർവതി തുടങ്ങിക്കഴിഞ്ഞു. തന്ത്രികൾ മന്ത്രിച്ചു, അമ്മേ ആദിപരാശക്തി, എന്റെ ഉണ്ണിയെ എത്രയും വേഗം കൂടെ എത്തിക്കൂ. ഇനിയും ഒരു ദുർമരണം അത് സംഭവിക്കാൻ പാടില്ല ദേവാ. തന്ത്രികൾ പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. ആ വിളിക്ക് കാതോർത്ത് നിന്ന പോലെ പുറത്തു നിന്ന ചെറുപ്പക്കാരൻ മാന്ത്രികപ്പുരയിലേക്ക് കടന്നു. ദേവാ, ഉടനെ പുറത്തെ കളമടിച്ച് ശുദ്ധിയാക്കുക. മഹാകാളിക്കൊരു ഗുരുതിയുണ്ട്. വലിയ വട്ടളത്തിൽ തീർത്ഥജലം നിറച്ചു വെക്കണം. എല്ലാം കേട്ട് തൊഴുതു നിന്നു. ദേവദത്തൻ എന്ന ദേവൻ ശങ്കരനാരായണൻ തന്ത്രിയുടെ മുഖ്യ സഹായിയാണ് ദേവദത്തൻ. ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. രാത്രിയുടെ 2-ാം യാമത്തിൽ പൂജകൾ ആരംഭിക്കാം. ബ്രഹ്മയാമത്തിൽ മഹാകാളിക്ക് ഗുരുതി. തന്ത്രികളുടെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ദേവൻ പുറത്തേക്കിറങ്ങി. തന്നെ ഏൽപ്പിച്ച ജോലിയിൽ വ്യാപൃതനായി. മാന്ത്രികപ്പുരയിലെ വലിയ പീഠത്തിൽ വെച്ചിരുന്ന മന്ത്രങ്ങൾ എഴുതിയ താളിയോല കയ്യിലെടുത്തുകൊണ്ട് ശങ്കരനാരായണൻ തന്ത്രികൾ പുറത്തേക്കിറങ്ങി. തന്ത്രിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രകൃതിക്ക് പോലും മാറ്റമുണ്ടായി. മനയുടെ കൂറ്റൻ മതിൽക്കെട്ടിനപ്പുറം നിലാവ് വെള്ളിവസന്തം പടർത്തി നിന്നു. തിങ്കൾക്കല തന്റെ കരങ്ങൾ മനയുടെ മതിലിനകത്തേക്ക് കടത്തിയില്ല. തൊടിയിലെ മരത്തിൽ ചിറകുരുമി കാതു തുളയ്ക്കുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന ചീടുകൾ പെട്ടെന്ന് ഓടി ഒളിച്ചു. കൃഷ്ണമേനോനും കൂട്ടരും മംഗലത്തെ തറവാട്ടിലെത്തിയപ്പോ സമയം സന്ധ്യയോടടുത്തിരുന്നു. പടിപ്പുര അടഞ്ഞു കിടക്കുന്നത് കണ്ട അബി കാറിന്റെ ഹോൺ മുഴക്കി. എന്നാൽ ആരും പടിപ്പുര തുറക്കാൻ എത്തിയില്ല. ഉണ്ണി, നീ ഫോൺ എടുത്ത് വിളിക്കൂ. അവര് തറവാടിനകത്തായോണ്ട് ഹോൺ ശബ്ദം കേൾക്കില്ല. അഭിമന്യു ലക്ഷ്മിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. എന്നാൽ ആരും ഫോൺ എടുത്തില്ല. കൃഷ്ണമേനോന്റെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. തന്ത്രിയുടെ വാക്കുകൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഉണ്ണി, കുമാര, എനിക്കെന്തോ ഒരു സന്ദേഹം. എങ്ങനെയെങ്കിലും പടിപ്പുര തുറക്കാൻ നോക്കുക.
കൃഷ്ണമേനോൻ വേവലാതി പൂണ്ടു. അഭി പടിപ്പുരവാതിലേക്ക് നടന്നു. അടുത്തെത്തിയപ്പോൾ പടിപ്പുരവാതിൽ ചാരിയിട്ടേ ഉള്ളൂവെന്ന് അയാൾക്ക് മനസ്സിലായി. അഭി വാതിൽ പതിയെ തള്ളി ചെറിയൊരു ഞരക്കത്തോടെ തുറന്നു. അകത്തേക്ക് കാൽ നീട്ടിയ അഭിമന്യു തീയിൽ ചവിട്ടിയ പോലെ കാല് പിൻവലിച്ചു. കണ്ണു ചിമ്മി ഒരിക്കൽ കൂടി അയാൾ അകത്തേക്ക് നോക്കി. പിന്നെ ബോധം നശിച്ച് പിന്നിലേക്ക് മറിഞ്ഞു. ഉണ്ണി! കൃഷ്ണമേനോൻ ഉറക്കെ വിളിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. കുമാരൻ അപ്പോഴേക്ക് ഓടിയെത്തി അഭിമന്യുവിനെടുത്ത് പൊക്കി പടിപ്പുരയുടെ അരികിൽ ചാരിയിരുത്തി. കുമാര, അല്പം ജലം എടുക്കൂ. കൃഷ്ണമേനോന്റെ വാക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ വണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് അഭിയുടെ മുഖത്ത് തെളിച്ചു. ഉണ്ണി, ഉണ്ണി! കൃഷ്ണമേനോൻ അയാളുടെ മുഖത്ത് തട്ടി വിളിച്ചു. അഭിമന്യു കണ്ണു തുറന്ന് ചുറ്റും നോക്കി തല പെരുക്കും പോലെ. എന്താണ് താൻ കണ്ടത്? വല്ലാത്തൊരു കാഴ്ച. എന്താ ഉണ്ണിയെ? എന്താ പറ്റിയേ? കൃഷ്ണമേനോന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അഭിമന്യു വാ തുറക്കും മുമ്പേ കുമാരന്റെ ആർത്തനാദം അയാളുടെ കാതു തുളിച്ചു. ദേവി, ചതിച്ചോ? എന്റെ മോളെ! അയ്യോ വല്യമ്പ്ര, എന്റെ മോള്, എന്റെ ലക്ഷ്മി! കുമാരൻ അകത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് തലച്ച് കരഞ്ഞു. കൃഷ്ണമേനോൻ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് നോക്കി. കൈകൾ കൊണ്ട് കണ്ണു പൊത്തി അയാൾ വിശ്വാസം വരാതെ ഒരിക്കൽ കൂടി നോക്കി. അകത്ത് മഴവെള്ളത്തിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തം. അതിൽ മുങ്ങി കാര്യസ്ഥന്റെ മകൾ ലക്ഷ്മി. കൃഷ്ണമേനോന് തന്റെ കാലുകൾക്ക് ബലം നഷ്ടമാവുന്ന പോലെ തോന്നി. വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. തൊണ്ട വറ്റുന്നത് അയാൾ അറിഞ്ഞു. അയാൾ അഭിമന്യുവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ടെന്നോണം അഭി ഉള്ളിൽ കിടന്ന് രക്തത്തിൽ കുളിച്ചു കിടന്ന ലക്ഷ്മിയെ എടുത്തുയർത്തി. കുമാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളെ സഹായിക്കാൻ മുമ്പോട്ട് വന്നു. എല്ലാം എന്റെ തെറ്റാ. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ. അയാൾ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. മൂവരും ലക്ഷ്മിയെ താങ്ങിയെടുത്ത് മംഗലത്ത് തറവാടിന്റെ പൂമുഖത്ത് കിടത്തി. പെട്ടെന്ന് ലക്ഷ്മിയുടെ ശരീരമൊന്ന് വിറച്ചു. കുമാരന്റെ മുഖത്ത് പ്രത്യാശ പ്രകടമായി. മോളെ! അയാൾ അവളുടെ കവളി തട്ടി ഉണർത്താൻ ശ്രമിച്ചു. അവ്യക്തമായൊരു ഞരക്കം അവളിൽ നിന്നും ഉയർന്നു. പിന്നെ പതിയെ കണ്ണു തുറന്ന് മൂവരെയും നോക്കി. എന്റെ ദേവി, കാത്തൂലോ നീ! കുമാരൻ നെഞ്ചിൽ കൈവച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർമ്മയില്ലെന്ന് അഭിക്ക് അവളുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായി. എന്താ എന്റെ കുട്ടിയെ പറ്റിയേ? കുമാരൻ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. വല്യമ്പ്രാട്ടി പടിപ്പുര അടയ്ക്കാൻ പറഞ്ഞിട്ടു. ഞാൻ അടച്ചിട്ട് തിരിച്ചു നടന്നു. അത്ര ഓർമ്മയുള്ളൂ. പിന്നെന്താ പറ്റിയെന്ന് അറിയില്ല. അവളുടെ കണ്ണുകൾ പിന്നെയും പിന്നോട്ട് മറിഞ്ഞ് ബോധം നഷ്ടമായി. ഇത്ര നേരം വെള്ളത്തിൽ കിടന്നല്ലേ, അതിൻ്റെ ആവും അഭി പറഞ്ഞു. പക്ഷേ ദേഹത്ത് മുറിവൊന്നുമില്ല. പിന്നെ ആ രക്തം അതെങ്ങനെ വന്നു? അഭിയുടെ ചോദ്യം കൃഷ്ണമേനോനിൽ ഒരു നടുക്കമുണർത്തി. ദേവകി! കൃഷ്ണമേനോൻ ഉറക്കെ വിളിച്ചു. അഭിയും കുമാരനും പോലും അപ്പോൾ മാത്രമാണ് അത് ഓർത്തത്. ദേവകിയമ്മയെ കാണാനില്ല. ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് അവരെവിടെ? കാളകെട്ടിയിൽ കണ്ട ലക്ഷണങ്ങളും തിരുമേനിയുടെ വാക്കുകളുമെല്ലാം ഒന്നൊന്നായി മൂവരുടെ മനസ്സിലാരോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. കുമാരനെ ലക്ഷ്മിയുടെ അടുത്താക്കി അഭിയും കൃഷ്ണമേനോനും ദേവകിയമ്മയെ അന്വേഷിച്ചു തുടങ്ങി. തറവാടിന്റെ ഓരോ മുക്കുമൂലയും അവരരിച്ചു പെറുക്കി. കൃഷ്ണമേനോൻ ഒരു ഭ്രാന്തനെ പോലെ മുടി വലിച്ചു പറിച്ചു. ദേവകി! അയാൾ അലറി വിളിച്ചുകൊണ്ടിരുന്നു. അകത്തെ തിരിച്ചിൽ മതിയാക്കിയ അഭിമന്യു പുറത്തേക്കിറങ്ങി. ചുറ്റും ഇരുട്ട് പരന്നിരിക്കുന്നു. നിലാവിന്റെ വെട്ടത്തിൽ വല്യമ്മ എന്ന വിളിയോടെ അയാൾ പറമ്പിലൂടെ നടന്നു. അല്പം അകലെ ആരോ കിടക്കുന്നത് പോലെ തോന്നിയ അഭിമന്യു അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ശ്രീപാർവതി വലിച്ചെറിഞ്ഞ ദേവകിയമ്മയുടെ ശരീരം ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു. അഭിയെ പിന്തുടർന്നെത്തിയ കൃഷ്ണമേനോൻ ആ കാഴ്ച കണ്ട് നടുങ്ങി. ദേവകി! ദേവകി! അയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കോടിയെടുത്തു. ദേവകിയമ്മയുടെ അടുത്തേക്ക് എത്തും മുൻപേ അഭിമന്യു കൃഷ്ണമേനോനെ തടഞ്ഞു. വെള്ളിച്ചനോടിയിരിക്കൂ, ഞാൻ നോക്കാം. അയാൾ മേനോനെ അടുത്തു മറിഞ്ഞു കിടന്ന ഒരു മരത്തിന്റെ തടിയിലിരുത്തിയ ശേഷം കമിഴ്ന്നു കിടന്ന ദേവകിയമ്മയുടെ ശരീരത്തിൽ തൊട്ടു. തീയിൽ തൊട്ട പോലെ അയാൾ കൈവലിച്ചു. അവരുടെ ശരീരം തണുത്തു മരച്ചിരുന്നു. വേറെയാർന്ന കൈകളോടെ അയാൾ ആ ശരീരം നേരെ കിടത്തി. പൊടുന്നനെ ഞെട്ടി പിന്നോട്ട് മറിഞ്ഞു അഭിമന്യു. കൃഷ്ണമേനോൻ ഓടിയെത്തി. ഒരു വട്ടം മാത്രമേ അയാൾ ദേവകിയമ്മയുടെ മുഖത്തേക്ക് നോക്കിയുള്ളൂ. അയാൾ അലറി വിളിച്ചുകൊണ്ട് മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. അയാളുടെ ആർത്തനാദം അവിടെയാകെ ഉയർന്നു പൊങ്ങി. അതേസമയം കാളകെട്ടി ഇല്ലത്തെ മന്ത്രക്കളത്തിൽ മഹാകാളിക്കുള്ള പൂജയിലായിരുന്നു ശങ്കരനാരായണൻ തന്ത്രികൾ. വലിയ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിച്ച് അഗ്നി ജ്വലിപ്പിച്ചു. തന്ത്രിയുടെ നാവിൽ നിന്ന് ഉയരുന്ന മന്ത്രജപങ്ങൾ മാത്രം അവിടെ ഉയർന്നു നിന്നു. തന്റെ സമീപം വച്ചിരുന്ന വലിയ വട്ടളത്തിലെ ജലത്തിലേക്ക് ജപിച്ച പുഷ്പവും അരിയുമിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹം. ശേഷം കണ്ണു തുറന്ന്
ആജ്ഞാനുവർത്തിയായ ദേവദത്തനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അയാൾ അവിടെ നിന്നും പിന്നോട്ട് മാറി. തന്ത്രികൾ ഒരിക്കൽ കൂടി ജലത്തിലേക്ക് നോക്കി മന്ത്രം ചൊല്ലി. വട്ടളത്തിലെ ജലമൊന്നിളകി. നീണ്ട കോമ്പലുകളും രക്തം കിനിയുന്ന നാവും വികൃതമായ മുഖവുമായി ക്രൂരമായ ചിരിയോടെ ശ്രീപാർവതി എന്ന രക്തരക്ഷത്തിന്റെ മുഖം ജലത്തിൽ തെളിഞ്ഞു വന്നു. തന്റെ ഒരു ശത്രുവിനെ ഇല്ലായ്മ ചെയ്തതിന്റെ സന്തോഷം അവളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ശ്രീപാർവതി, അടങ്ങിക്കൊള്ളുക. നീ മരിച്ചു കഴിഞ്ഞു. മരിച്ചവർ ഗൃഹത്തിൽ സ്ഥാനമില്ല. നിന്റെ ബന്ധനത്തിൽ നിന്നും നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ നമുക്കറിയാം. വീണ്ടും ബന്ധനത്തിൽ കഴിയണ്ടെന്നുണ്ടെങ്കിൽ മടങ്ങിക്കൊള്ളുക. തന്ത്രികൾ അവളെ നോക്കി പറഞ്ഞു. തന്ത്രിയുടെ വാക്കുകൾക്ക് മറുപടി പോലെ ശ്രീപാർവതി ആർത്തു ചിരിച്ചു. തന്ത്രികളെ, നിങ്ങൾക്കിനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ എന്റെ ഒരു ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കിയത്? അതുപോലെ എന്നെയും എന്റെ കുടുംബത്തെയും ദ്രോഹിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും. എന്നിട്ട് ഞാൻ അടങ്ങൂ. ഈ ശ്രീപാർവതി. ശങ്കരനാരായണൻ തന്ത്രികൾ കോപം കൊണ്ട് വിറച്ചു. അടങ്ങിക്കോ നീ. ഇല്ലച്ചാ, ആവായിച്ച് ബന്ധിക്കുകയല്ല, ദഹിപ്പിച്ച് കളയും ഞാൻ. നിനക്കറിയാലോ എന്നെ. ശ്രീപാർവതി പുച്ഛം കലർന്ന മുഖഭാവത്തിൽ തന്ത്രികളെ നോക്കി ചിരിച്ചു. ശങ്കരനാരായണൻ തന്ത്രികളെ, നിങ്ങളുടെ മന്ത്രങ്ങൾക്ക് എന്നെ അടക്കാൻ കഴിയില്ല. വെറും ഒരു ആത്മാവല്ല ഞാൻ. അമാവാസിയിലെ 3-ാം പാദത്തിൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആൺതരിയുടെ കൈവിരലിലെ രക്തം കൊണ്ടാണ് എൻ്റെ മോചനം. അതോടെ ഞാൻ രക്തരക്ഷസായി. ഇനി എന്നെ തളയ്ക്കുക അസാധ്യം. അവൾ രോഷം കൊണ്ട് കിതച്ചു. മതേ, നിർത്തൂ നിന്റെ ജൽപ്പനങ്ങൾ. തന്ത്രി കൈ ഉയർത്തി. നീ പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിന്നെ ബന്ധിക്കാൻ സാധിക്കില്ല. എന്നാൽ എൻ്റെ ഉണ്ണി നിന്നെ ആവാഹിക്കും. ഇല്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആർക്കും എന്നെ തടയാൻ കഴിയില്ല.